നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞുള്ള കറിയാണ്. അപ്പോൾ അതിനൊരു ഏകദേശം ഒരു 2 കിലോൻ്റെ അടുത്തുള്ള ഒരു ചിക്കൻ എടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 3 സവാള നേരിയതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി ഒരു 2 ചുള വെളുത്തുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 5-10-12 പച്ചമുളക് നമ്മളതിലേക്കായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ 2 ചെറിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളൊരു തേങ്ങയുടെ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് ആദ്യത്തെ പാല് തലപ്പാൽ പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മളത് ഒരു അര കപ്പ് രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇടാനായിട്ട് നമ്മളൊരു 3 ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്ത് നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി നമുക്കതിൽ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് എടുക്കാം. അപ്പോൾ നമ്മളെല്ലാം അത് അടിച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി റെഡിയാക്കാനുള്ള പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം. ഇനി എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും ഒക്കെ കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് കിടന്ന് വാടട്ടെ. അതിലേക്ക് നമ്മൾ ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണും കൂടി എടുക്കുന്നുണ്ട്. ഒരു 2-3 ചെറിയ സ്പൂൺ നമ്മൾ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ചെറിയ തീ കിടന്ന് നന്നായിട്ട് വാടി വരട്ടെ. ചെറിയ തീ കിടന്ന് ഒന്ന് വാടട്ടെ, ഒന്ന് പതുക്കെ നമുക്ക് അടച്ചു വെക്കാം. അപ്പം നമ്മളുടെ പൊടി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി തക്കാളിയും വാടട്ടെ, നന്നായിട്ട് വാടി വരട്ടെ. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നമ്മളുടെ സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വാടി. അപ്പോൾ നമ്മൾ അതിലേക്ക് രണ്ടാമത്തെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് ഒന്ന് നെയ്യൊന്ന് തിരിഞ്ഞ് വരട്ടെ. മൂടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് ഇതായിട്ട് വരട്ടെ. അപ്പം നമ്മൾ അത് തിളച്ച് ഒരു നെയ്യ് തിരിഞ്ഞൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് തിളച്ച് പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് അപ്പോൾ ചിക്കൻ കുറച്ച് വേവായിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളുടെ കറി ഒരുവിധമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ടുള്ള തലപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളതിൻ്റെ അകത്തേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കായപ്പൊടി ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചിക്കൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞുള്ള കറി റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫാക്കിയിട്ടുണ്ട്.